ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ലൂക്കോസ് 23:16 ഇപ്രകാരം പറയുന്നു: യേശു തൻ്റെ ക്രൂശുമായി നടന്നപ്പോൾ ഒരു ക്രൂശിൻ്റെ അറ്റം ചുമക്കുവാൻ കുറേനക്കാരനായ ശിമോനെ അവർ നിർബന്ധിച്ചു എന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. എൻ്റെ സഹോദര, ഇന്ന് പ്രഭാതത്തിൽ ചെറിയൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. താൻ ഏറ്റവും അധികം സ്നേഹിച്ച, തന്നെയും ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യന്മാർ 12 പേർ 3.5 വർഷം തന്നോടുകൂടി ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ഏറ്റവും വിഷമമേറിയ ഘട്ടത്തിൽ, ഏറ്റവും പ്രയാസമേറിയ ഘട്ടത്തിൽ ആ 12 പേരിൽ ആരും യേശുവിനോട് കൂടെ ഇല്ലായിരുന്നു. തൻ്റെ ക്രൂശിൻ്റെ, തൻ്റെ ഭാരത്തിൻ്റെ ഒരറ്റം ചുമക്കാൻ താൻ കൊണ്ടു നടന്നവർ ആരും യേശുവിൻ്റെ കൂടെ ഇല്ലായിരുന്നു. എല്ലാവരും വിട്ട് ഓടിപ്പോയപ്പോൾ, താൻ സ്നേഹിച്ച ശിഷ്യനും ദൂരം വിട്ട് അവനെ പിൻഗമിച്ചപ്പോൾ, കുറേനക്കാരനായ ശിമോൻ, ദൈവമയച്ച ഒരുവൻ, തൻ്റെ ഭാരം ചുമക്കാനായി തന്നോട് കൂടെ നടന്നു. എൻ്റെ സഹോദര, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏത് വിഷമത്തിലൂടെ കടന്നു പോകുന്നെന്നോ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നെന്നോ ഞാൻ അറിയുന്നില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചവർ, നമ്മോട് കൂടെ ഉണ്ടായിരുന്നവർ, നമ്മളെ സ്നേഹിതർ, ഉറ്റവർ നിങ്ങളെ കൈവിട്ടപ്പോൾ, നിങ്ങൾ അതുകൊണ്ട് വിഷമിച്ച സമയങ്ങളിൽ ഒരു കാര്യം പറയട്ടെ, നമുക്ക് വേണ്ടി അയച്ച് നമ്മോട് കൂടെ പ്രയാസഘട്ടങ്ങളിൽ നടക്കുവാൻ ദൈവമയച്ച ഒരുവൻ വരും എന്നുള്ളത് തീർച്ച. നാം സ്നേഹിച്ചവർ നമ്മെ കൈവിട്ടാലും നമ്മെ കൈവിടാത്ത ഒരു ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ അതിൽ നിന്ന് വിടുവിക്കും. കുറേനക്കാരനായ ശിമോൻ യേശുവിൻ്റെ ക്രൂശ് ചുമന്ന് ഗൊൽഗോത്ത വരെ യേശുവിനോടുകൂടെ അദ്ദേഹം നടന്നു. നമ്മോടുകൂടെ നടക്കുവാൻ നാം പ്രതീക്ഷിക്കാത്ത, നാം ഒരു നാളും കണ്ടിട്ടില്ലാത്ത, നാം ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കും. ഭാരപ്പെടാതെ മുന്നോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു ദിനം നേരുന്നു. ഗോഡ് ബ്ലെസ് യു.